പപ്പ, ഈ വീട് ഓർമ്മയുണ്ടോ പപ്പയ്ക്ക്? നോക്ക്, ഇവിടെയാ പപ്പയും മമ്മയും താമസിച്ചിരുന്നത്. ഇവിടെ വെച്ചിട്ടാ മമ്മേനെ പ്രസവിച്ചത്. ഒന്ന് ഓർത്തു നോക്കിയേ, ഇവിടെ വെച്ചാ പണ്ട് കുറെ ആൾക്കാർ വന്ന് മമ്മയെ പിടിച്ചോണ്ട് പോയത്. അന്ന് എനിക്ക് 3-4 വയസ്സേ ഉണ്ടാവും. കൃത്യമായിട്ടൊന്നും ഓർമ്മയില്ല. മമ്മയെ കൊണ്ടുപോയെന്നും പറഞ്ഞ് പപ്പ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞത് മാത്രം ചെറിയൊരു ഓർമ്മ. എപ്പ വരും? ആര്? ട്രെയിൻ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാ വരുന്നത്. പപ്പ ഇപ്പൊ കൽക്കട്ടയിലല്ല, ഇവിടെയാ, നമ്മുടെ പഴയ വീട്ടില്. മേരി ബീവി ആരോഹിക ഇന്നലെ വരണ്ടതാ, വന്നില്ല. ഇന്ന് എന്തായാലും വരും. വന്നപ്പോ മുതല് പപ്പ ഇത് തന്നെയാണല്ലോ പറയുന്നേ. പപ്പയുടെ മനസ്സിലിപ്പോ അത് മാത്രമേ ഉണ്ടാവൂ. ഏതോ റെയിൽവേ സ്റ്റേഷനും ഇപ്പോഴും വരുന്നു വിചാരിക്കുന്ന എൻ്റെ മമ്മിയും. Who are you? What do you want? Nothing. പപ്പ, പപ്പ നോക്ക് പപ്പ, ഫുട്ബോള്. വാ നമുക്ക് കളിക്കാം. ഐസക്കേ, ചെല്ല്, തന്റെ മോനല്ലേ വിളിക്കണത്? എത്ര ടൂർണമെന്റ് കളിച്ചിട്ടുള്ള പപ്പ, അതൊക്കെ ഒന്ന് ഓർത്ത് നോക്കിയേ. പണ്ട് സന്തോഷ് ട്രോഫി കളിച്ചത്, മോഹൻ ബഗാനിൽ കളിച്ചത്. അന്ന് പപ്പ അടിച്ചൊരു പെനാൽറ്റി ഗോൾ ഓർമ്മയുണ്ടോ? ആ ഗോളുണ്ടാ കേരളം അന്ന് ഫൈനൽ ജയിച്ചത്. അതൊക്കെ മറന്നോ പപ്പ? ദാ ബോള്, നോക്ക് നോക്ക് പപ്പ. ഊണിലും ഉറക്കത്തിലും ഫുട്ബോൾ എന്നും പറഞ്ഞ് നടന്നിരുന്ന ആളാ. പപ്പ വാ, നമുക്ക് ഞങ്ങളുടെ സ്കൂളിൽ പോകാം. ഞങ്ങളുടെ സ്കൂൾ പപ്പ കണ്ടിട്ടില്ലല്ലോ. ആ ഗ്രൗണ്ടിൽ കളിക്കാം നമുക്ക്. പപ്പാ വാ പപ്പ. പപ്പ എത്ര നേരം ഞാൻ വിളിക്കണു, വാ പപ്പ. ഇതിപ്പോ ആളില്ലാത്ത പോസ്റ്റിനേക്കാൾ ഗോളടിക്കണത്. ഗോളില്ലാതെ ഗോളടിക്കാൻ ഞാൻ വിചാരിച്ചാലും പറ്റൂലേ? കാണുമ്പോൾ അങ്ങനെ തോന്നും, പക്ഷെ അത്ര എളുപ്പമല്ല. സെൻട്രൽ ലൈനിൽ നിന്നും സീറോ ആംഗിളിൽ നിന്നും ഒക്കെ വളരെ ഈസി ആയിട്ടാണ് അവൻ പോസ്റ്റിലേക്ക് ഷൂട്ട് ചെയ്യുന്നത്. കളി അറിയാത്ത ഒരാൾക്ക് അങ്ങനെ കൃത്യമായിട്ടൊന്നും ഷൂട്ട് ചെയ്ത് ഗോളാക്കാൻ പറ്റില്ല. മുമ്പിലൊരു പ്ലെയറെ സങ്കല്പിച്ച് ഒരു എക്സ്പെർട്ട് പ്ലെയർ ഡ്രിബിൾ ചെയ്യുന്ന പോലെയാണ് സാം മൂവ് ചെയ്യുന്നത്. അതും വളരെ പെർഫെക്റ്റ് മൂവ്. ഒരു കാര്യം ഉറപ്പാ, കളിച്ചിട്ടില്ലെങ്കിലും ലൈന് പുറത്തു നിന്ന്
അവൻ ശരിക്കും ഫുട്ബോൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ശ്രമിച്ചാൽ he can become a great player. Come. Come on, tackle him. Come on! Come on, Sam! Goal! Tackle me. Well done, sir. കലക്കടാ, നീ സാധാരണക്കാരനല്ല, പെലക്ക് മറഡോണയിലുണ്ടായ റൊണാൾഡോയാടാ. ഷുഗറും പ്രഷറും മാത്രമല്ല, ഫുട്ബോളും പാരമ്പര്യം കിട്ടുമെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. ആ സാം, ഇവിടെ പന്ത് പെറുക്കി കളയാനുള്ളതല്ല നിന്റെ ലൈഫ്. നീ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം. ഏതെങ്കിലും നല്ല ടീമിൽ ചേർന്ന് കളിക്കണം. നിനക്ക് വലിയൊരു ഫ്യൂച്ചറുണ്ട്. ഒരുപാട് ഹൈറ്റ്സിലെത്തും നീ. നമുക്ക് സാമിനെ സ്കൂൾ ടീമിൽ എടുത്താലോ അങ്കിൾ? സാം ടീമിലുണ്ടെങ്കിൽ ഒരു മാച്ചും നമ്മൾ തോക്കില്ല. അതെങ്ങനെയാ? സാം ഇവിടെ പഠിക്കുന്നില്ലല്ലോ. സ്റ്റുഡൻസിനല്ലേ ഇവിടുത്തെ ടീമിൽ കളിക്കാൻ പറ്റൂ. It's a warm wind, the west wind full of birds' cries. I never hear the west wind, but tears are in my eyes. For it comes from the west lands. മാം, ഇത് രാഹുലിന്റെ സ്ഥിരം പരിപാടിയാണല്ലോ. പൊയ്ക്കോ. ഇനി ക്ലാസ്സിൽ വരുമ്പം കയ്യിലൊരു പ്ലാസ്റ്റിക് കിറ്റൂടെ കരുതിക്കോണം. ഇതു, come, come. സാമിനെ സ്കൂളിൽ ചേർത്ത് പഠിപ്പിച്ചാലോ? അപ്പൊ ടീമിലെടുത്തൂടെ?